പശ്ചിമബംഗാളിൽ ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിന് വീണ്ടും കനത്ത രാഷ്ട്രീയ തിരിച്ചടി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ കോട്ടയെന്ന് വിശേഷിക്കപ്പെടുന്ന ഡയമണ്ട് ഹാർബർ മുനിസിപ്പാലിറ്റി ഭരണസമിതി തകർന്നു. 9 TMC കൌൺസിലർമാർ കൂട്ടത്തോടെ രാജിവെച്ചതിനെ തുടർന്ന് മുനിസിപ്പൽ ബോർഡ് പിരിച്ചുവിട്ടു. ആഭ്യന്തര തർക്കങ്ങളും അഴിമതി ആരോപണങ്ങളുമാണ് പാർട്ടിയെ ഉലയ്ക്കുന്ന കൂട്ടരാജിക്ക് പിന്നിൽ. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും അപ്രതീക്ഷിത പ്രഹരമായി മാറിയിരിക്കുകയാണ് ഡയമണ്ട് ഹാർബറിലെ രാഷ്ട്രീയ ഭൂകമ്പം. തൃണമൂലിന്റെ ശക്തി കേന്ദ്രവും പാർട്ടിയിലെ രണ്ടാമനായ അഭിഷേക് ബാനർജി MPയുടെ മണ്ഡലവുമായ ഡയമണ്ട് ഹാർബറിലാണ് ഭരണകക്ഷി കൌൺസിലർമാർ കൂട്ടത്തോടെ പാർട്ടി വിട്ടത്. ആകെയുള്ള 16 വാർഡുകളിൽ 9 TMC കൌൺസിലർമാരും സ്ഥാനം രാജിവെച്ചതോടെ മുനിസിപ്പൽ ബോർഡിന്റെ ഭരണം പൂർണ്ണമായും സ്തംഭിച്ചു. തുടർന്നാണ് ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. ഡയമണ്ട് ഹാർബർ SDO അയൻ ദത്ത ഗുപ്ത നിലവിൽ മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റിട്ടുണ്ട്. മെയ് 25-നാണ് ആദ്യഘട്ടമായി 8 കൌൺസിലർമാർ മുനിസിപ്പൽ ചെയർമാൻ പ്രണബ് ദാസിന് രാജി സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം 9ാമത്തെ കൌൺസിലറും രാജി പ്രഖ്യാപിച്ചതോടെ തൃണമൂലിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയായിരുന്നു. പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കൌൺസിലർമാരുടെ പടിയിറക്കം. മുനിസിപ്പൽ ഭരണത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ, നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന നിരന്തരമായ പീഡനങ്ങൾ, പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ ഭീഷണിപ്പെടുത്തൽ എന്നിവയാണ് തങ്ങളെ കൂട്ടരാജിക്ക് പ്രേരിപ്പിച്ചതെന്ന് കൌൺസിലർമാർ വ്യക്തമാക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ട കടുത്ത അസംതൃപ്തിയുടെയും ആഭ്യന്തര കലഹങ്ങളുടെയും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ബംഗാളിലുടനീളം 100-ലധികം തൃണമൂൽ കൌൺസിലർമാരാണ് ഇതിനോടകം പാർട്ടി വിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. അഴിമതിയും ഭീഷണിപ്പെടുത്തലും കാരണം TMCക്ക് താഴെത്തട്ടിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന ഭരണപക്ഷത്തിന്റെ ആക്ഷേപങ്ങൾക്ക് അടിവരയിടുന്നതാണ് ഡയമണ്ട് ഹാർബറിലെ TMC തകർച്ച. ജനം, ഡൽഹി.